ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ബൈബിൾ ഇവിടെ വ്യക്തമായി പറയുകയാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തെ അധികമായി കൊതിക്കുന്നവരാണോ? നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തെ വെളിപ്പെടുത്താനാകുന്നു വന്നിരിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് നാം ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവിധം പുത്രന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാനും പരിശുദ്ധാത്മാവും 2 ധ്രുവങ്ങളിലോ 2 വ്യക്തികളിലോ അല്ല, ഞാനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ആ സ്നേഹം ഒരു 10%, 20% നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം ദൈവം പറയുന്നത് എങ്ങനെയാണ്? ആത്മാവിനെ ദൈവം അളന്നല്ല ആർക്ക് നൽകിയത്, അത് അൺലിമിറ്റഡ് ആയിട്ടാണ് നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഇതേ ദൈവത്തിന്റെ സ്നേഹവും നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അൺലിമിറ്റഡ് ആകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അകത്തായിരിക്കുന്നു. താങ്ക് യു.